ഇങ്ങനൊരു മരുമകനെയും അമ്മാവനെയും ആളുകൾ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല. നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഒരു വേൾഡ് ഇല്ലാത്ത പോലത്തെ ഒരു ബന്ധമാണ് നിങ്ങള്. കാരണം വളരെയധികം നിഷ്കളങ്കായിട്ടുള്ള എത്രയും അധികം സ്നേഹത്തോടുകൂടി ഒരാളോട് ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. മരുമകൻ ഇങ്ങനെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം, അതായത് ഞാനുള്ളിടത്തോളം കാലം അവൻ അങ്ങനെ സ്നേഹം കൊടുക്കണം, അതെങ്ങനെയാ വന്നത് ജീവിതത്തിലേക്ക്? ഇത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുമ്പോൾ അവൻ്റെ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടങ്ങളാണ് അനുഭവിക്കുന്നത്. അത് അവൻ്റെ കൂടെ അടുത്ത് പെരുമാറി നമ്മൾ കൂടെ ഇരുന്നാലേ അറിയുള്ളൂ, ഒരാഴ്ച കൂടെ താമസിച്ചാലേ അറിയുള്ളൂ. ഈ കുട്ടികൾക്ക് രാത്രി ഉറക്കം ഉണ്ടായില്ല. പിന്നെ ഈ രക്ഷിതാക്കൾക്ക് ഒരു രോഗം വന്നു, കഷ്ടം വന്നു, പുറത്തു പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. ഇവരിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇവരിപ്പോൾ എത്ര വയസ്സായാലും, സിജു എത്ര വയസ്സായാലും നമ്മൾ ഒരു വയസ്സായി കുട്ടീനെ എങ്ങനെ നോക്കും? ഒരു വയസ്സായി കുട്ടി കഴിഞ്ഞ് എന്ത് പോയാലും എടുക്കും, എന്ത് പോയാലും വായിലിടും, എന്തും തട്ടിത്തെറിപ്പിക്കും. അവരിനെ നോക്കണ മാതിരി ഇവരിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് ഇവർ വലുതായാലും എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഓട്ടിസം കുട്ടികളുടെ സുമാർ കുട്ടികളൊക്കെ അങ്ങനെയാണ്, ഏകദേശം കുട്ടികളൊക്കെ ആ രീതിയിലാണ്. ചെറിയ കുട്ടികളുടെ മാതിരി എല്ലാ സമയത്തും അവരിനെ ഒരു കണ്ണ് നമ്മുടെ കയ്യിൽ, ഒരു കണ്ണ് വേറെ എവിടെയാണെങ്കിൽ ഒരു കണ്ണ് ഇവരിലെന്നും ഉണ്ടായിരിക്കണം. മറ്റുള്ള കുട്ടികളുടെ മാതിരി അശ്രദ്ധരായിട്ട് ഇവരിനെ വിട്ട് കഴിഞ്ഞാൽ വിടാൻ പറ്റില്ല. ജീവിതത്തിന്റെ വലിയൊരു പങ്ക്. അപ്പോൾ ഇതിന്റെ കഷ്ടങ്ങൾ ഈ രക്ഷിതാക്കൾ അനുഭവിച്ച് രാത്രി ഉറക്കമില്ലാണ്ടും ഇവര് സിജു ഒക്കെ 2 മണി ചിലപ്പോൾ 3 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ. അങ്ങനെ ഉറക്കമില്ലാണ്ടല്ലോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് വരുന്നത്.